ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഈദ് മുബാറക് ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈദ് വ്ലോഗാണ്. അപ്പോൾ അത് രാവിലെ എണീറ്റിട്ട് ബെഡൊക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോവുകയാണ്. ഇപ്രാവശ്യത്തെ നിങ്ങളുടെ ഈദ് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്രാവശ്യത്തെ വലിയ പെരുന്നാളാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു നോർമൽ ഡേ ആണെന്നാണ് തോന്നിയത്. പക്ഷേ ഇപ്രാവശ്യത്തെ പെരുന്നാൾ കസിൻസിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് സ്പെഷ്യലായിരുന്നു കേട്ടോ. അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങളുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈദിനെപ്പോഴും എടുക്കുന്ന പോലെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കസിൻസിൻ്റെ മെഹന്തി. അങ്ങനത്തെ ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ വന്നിട്ട് ചിക്കൻ ബിരിയാണി, ബീഫ് റോസ്റ്റ്. ഗൈസ് പോണ വഴിക്കുന്നൊരു കട കണ്ട് നമ്മൾ കരടിക്കുട്ടികൾ മേടിച്ചു. യെസ്, ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു അവിടേക്ക് പോകണം. എവിടേക്ക്? പുഴ കാണാൻ. യെസ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ, ഒരു പുഴക്ക് കാണാൻ. അങ്ങനെ തന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോയത് എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. ഒരു കുഞ്ഞു കസിനൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുളത്തിൻ്റെ അവിടേക്കൊന്ന് പോവുകയാണ്. അവിടെ ഒരു നടശാലയൊക്കെ ഉണ്ട് കേട്ടോ. പെരുന്നാളായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ ബീച്ചിലല്ല, അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ കുളത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇപ്പോൾ റോഡും കുളമൊക്കെ ഒരേപോലെ ആയിട്ടുണ്ട്. റോഡിൽ നിറയെ വെള്ളമാണ്. ഞാനും എൻ്റെ 2 കസിൻസും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു വളവ് കണ്ടു. അത് ഞങ്ങളൊരു പേരിട്ടിട്ടോ ഗൈസ്. ഇതത് വഴി അറിയോ? യെസ്, സുമതേച്ചി ഈസ് ഹിയർ. സോ ദിസ് ഈസ് സുമതി വളവ്. സുമതേച്ചി. അപ്പോൾ ഇതാണ് ആ നടശാല ഉള്ളത്. പക്ഷെ ഇത് കുളമല്ല, ഇത് പാടാണ്. അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇതാ ഞങ്ങൾ പോണ വഴിയിലായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഫിലിമിൻ്റെ ഷൂട്ടിങ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ ഇതാ കസിൻസിൻ്റെ ചെറിയൊരു ഫോട്ടോസാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.